വിന്നിങ് സെലിബ്രേഷൻ എന്നൊക്കെ പറയാതെ ഇങ്ങനെ ഇരിക്കണം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു പ്രതികാരത്തിന്റെ കഥയാണ്, ഒരു മധുര പ്രതികാരത്തിന്റെ കഥ. ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മുടെ ടീമിനെ ആധികാരികമായി തോൽപ്പിച്ച അതേ ടീമിനെ തന്നെ ഫൈനലിൽ വെച്ച് അതിലും കലക്കനായിട്ട് പൊട്ടിച്ച് കപ്പടിച്ച കഥ. ഇന്നായിരുന്നു 83 സ്ക്വാഡ് കണ്ടക്ട് ചെയ്ത അമച്ചേഴ്സ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഞങ്ങളുടെ ടീമായിട്ടുള്ള ഗ്ലാഡിയേറ്റേഴ്സ് കൊച്ചിയും ക്രിയേറ്റേഴ്സ് സ്ക്വാഡും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. ഇന്ന് നമ്മുടെ ബോളേഴ്സിന്റെ ഡേ കൂടിയായിരുന്നു. കാരണം ഒരു ബാറ്ററേയും അവർ ക്രീസിൽ സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചില്ല. അനുച്ചേട്ടൻ്റെയും ക്യാപ്റ്റൻഷിപ്പിൻ്റെയും കിടിലം ബോളിങ്ങും നബിൻ ബ്രോയുടെ കിടിലം 3 ക്യാച്ചുകളും അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ മിസ്റ്ററി സ്പിന്നറായിട്ടുള്ള റൌഫിക്കയുടെ കിടിലം ബോളിംഗ് പെർഫോമൻസും. സെൻറ്റ് പോൾസ് കോളേജിൽ വെച്ചാണ് മത്സരങ്ങളെല്ലാം നടന്നിരുന്നത്. 16 ഓവറായിരുന്നു ഫൈനൽ മത്സരം. 16 ഓവറിൽ ക്രിയേറ്റേഴ്സ് സ്ക്വാഡ് 139 റൺസാണ് അടിച്ചെടുത്തത്. ഫീൽഡേഴ്സ് എല്ലാവരും തന്നെ ബോളേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാ ക്യാച്ചുകളും അവർ എടുത്തു കൊടുത്തു. ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സ് ആയിട്ടുള്ള അനുചേട്ടനും ഷാഫിയും തന്നെയാണ് ഇറങ്ങിയത്. ആദ്യ ബോളിൽ തന്നെ അനുചേട്ടൻ ബൗണ്ടറി അടിച്ച് തുടങ്ങിയെങ്കിലും ഷാരിഖിന്റെ മനോഹരമായിട്ടുള്ള ഡെലിവറിയിൽ ഒരു കിടിലൻ ക്യാച്ച് സച്ചു എടുത്ത് അനുചേട്ടൻ പുറത്തായി. അടുത്ത ഓവറിൽ തന്നെ ഷാഫിയും പുറത്തായെങ്കിലും പിന്നീട് വന്ന സാഗറും ചന്തുവും കൂടി ചേർന്ന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി നമ്മുടെ ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിച്ച്. ചന്തു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കവറിന് മുകളിലൂടെ ഇങ്ങനത്തെ ഒരു ഷോട്ട് അടിക്കുന്നത്, അതും 6. ചന്തുവിൻ്റെ മാസും സാഗറിൻ്റെ ക്ലാസ്സും കൂടി ആയപ്പോൾ ഓപ്പോസിറ്റ് ടീം ശരിക്കും വേർത്ത്. പുതിയതായിട്ട് ക്രീസിലേക്ക് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാവരും അവരവരുടേതായിട്ടുള്ള കടമ കൃത്യമായി നിർവഹിച്ചു. അവസാനം നബിൻ ചേട്ടൻ ഈ കലക്കൻ 6റിലൂടെ നമ്മുടെ കളി അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മളെ തോൽപ്പിച്ചതിനോട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടുള്ള മധുര പ്രതികാരം നമ്മളിത് ഇവിടെ തീർത്ത്. അങ്ങനെ പ്രതികാരം തീർത്ത് കപ്പും തൂക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു.